മകരം രാശിക്കാർക്ക് 2026 പുതുവർഷത്തിൽ എന്തൊക്കെ വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. 2025 കാലഘട്ടങ്ങളൊക്കെ തന്നെ മകരം രാശിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുക. 2026 ഫലത്തെ കുറിക്കുന്നത് വ്യാഴത്തിൻ്റെതായ സ്ഥിതി വെച്ചിട്ടാണ്. വ്യാഴം 5 വിധമായ ഭാവങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ഈ 2026 ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ 5 വിധ ഭാവങ്ങളിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും പ്രദാനം ചെയ്യും. 5 വിധ ഭാവങ്ങൾ എന്ന് പറയുന്ന വേളയിൽ വക്രഗതിയിലാണെങ്കിലും അതിചാരമായ ഭാവത്തിലാണെങ്കിലും ശരി, അത് കർക്കിടകം രാശിയിലേക്ക് ഉച്ചസ്ഥായിലേക്ക് മാറുന്ന സാഹചര്യം, അതുപോലെ തന്നെ ചിങ്ങം രാശിയിലേക്ക് മാറുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ 2026 വ്യാഴം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഗുണമാകുമോ എന്ന് നോക്കാം. അതുപോലെ രാശിക്ക് 2ാം ഭാവത്തിലുള്ള രാഹു, 8ാം ഭാവത്തിലുള്ള കേതു, ഈ 2 ഗ്രഹങ്ങളും കൂടി നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലം നൽകുമെന്നും കൂടി നോക്കാം. സ്വന്തം കുടുംബത്തിന് മുന്നിലൊക്കെ ഒരു ഭാരമായി ജീവിച്ചിരുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനനുസൃതമായ രീതിയിലുള്ള ഒരു മുന്നേറ്റ പാതയൊക്കെ തുറന്നു കിട്ടുന്ന സമയമാണ്. അതായത് കുടുംബത്തിൽ മക്കളെ കൊണ്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നവർ ധാരാളം തന്നെ ഉണ്ടാകും. കുടുംബപരമായ രീതിയിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊക്കെ തന്നെ തർക്കങ്ങളും വഴക്കുകളും ഒത്തുചേരലൊക്കെ നടക്കാത്ത സാഹചര്യങ്ങളും, അതായത് ഒന്നിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചവരൊക്കെ ഉണ്ടാകും. ഇവിടെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ നല്ല ഒരു തീർപ്പൊക്കെ വരുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങളുടേതായ സ്വന്തം ജാതകങ്ങളും അത് നടക്കുന്ന ദശകളും ദശാഭുക്തികളും ഒക്കെ വളരെയധികം നല്ല രീതിയിലാണ് എങ്കിൽ, അനുകൂലമായ ഭാവങ്ങളിലാണ് എങ്കിൽ തീർച്ചയായിട്ടും 2026 വളരെ നല്ല രീതിയിലുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കെട്ടിപ്പടുത്തുയർത്താനായിട്ട് കഴിയും. തൊഴിൽപരമായ രീതിയിലും സമ്പത്തുപരമായ രീതിയിലും കുടുംബപരമായ രീതിയിലും ഒക്കെ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയം തന്നെയാണ്. ആദ്യമായി ശനി ഭഗവാന്റേതായ കാരണം എടുക്കാം നമുക്ക്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജനുവരി മാസം മുതൽക്ക് ഒരു 200 ദിവസം കണക്കാക്കാം. ഇത്രയും ദിവസക്കാലങ്ങളൊക്കെ ശനി ഭഗവാൻ ശരിയായ രീതിയിലുള്ള ഒരു ചിന്താഗതിയിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ചിന്തിക്കുന്നതെന്തോ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കിയെടുക്കാൻ കഴിയുന്ന കാലം തന്നെയാണ്. അതായത് നിങ്ങളുടെ വാക്കുകൾക്ക് തന്നെയാണ് മൂർച്ചയുണ്ടാവുക. അതിൻ്റേതായ രീതിക്കുള്ള പ്രവർത്തന ഫലവും ഉണ്ടാവും. പക്ഷേ തൊഴിൽ ഇടങ്ങളിൽ തങ്ങളെക്കാളും വലിയ ഇടങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് കൊമ്പ് കോർക്കാനായിട്ടൊന്നും പോകരുത്. കുടുംബത്തിലുള്ളവർ പറഞ്ഞാൽ കേൾക്കുമെങ്കിലും തൊഴിലിടങ്ങളിൽ വാക്കുവാദങ്ങൾക്കൊന്നും പോകാൻ പാടുള്ളതല്ല. ഒരല്പം അനുസരണാശീലത്തോടു കൂടി പോകുക. വളരെയധികം വിജയം നിങ്ങൾക്കുണ്ടാകും അവിടെയൊക്കെ. അപ്പോൾ ധനപരമായ രീതിയിലുള്ളൊക്കെ മുന്നേറ്റങ്ങൾക്കൊക്കെ സഹായം ശനീശ്വരൻ്റെതായ ഭാഗത്തു നിന്നും എന്തായാലും ഈ ജനുവരി മാസം മുതൽക്കുള്ള ഒരു 200 ദിവസം നിങ്ങൾക്കുണ്ടാകും. താൽക്കാലികമായൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് എന്തായാലും ഒരു പ്രൊമോഷനോടുകൂടി ഒരു ഉയർച്ച ലഭിക്കും. അതുപോലെ തന്നെ വയസ്സിൻ്റെതായ രീതിക്ക് നോക്കുന്ന വേളയിൽ പോലും നിങ്ങൾക്കൊരു മതിപ്പും ബഹുമാനവും ഒക്കെ ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനി അത് ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ, അതായത് നിങ്ങളോട് ചോദിച്ച് ഒരു കാര്യം ചെയ്യുന്ന സാഹചര്യം നേരത്തെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇടക്കാലത്ത് അങ്ങനെ അല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്കിൽ ഈ ജനുവരി മാസം മുതൽക്ക് ഉള്ള ഒരു 6 മാസക്കാലം വളരെയധികം നല്ല ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് വരിക. പൊതുവായിട്ട് കുടുംബത്തിനുള്ളിൽ ഒരു നല്ല കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റാത്ത സാഹചര്യം, മക്കളുടെ വിവാഹം നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. മക്കൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, ഒരു വീട് വെക്കാനൊക്കെ ആഗ്രഹിച്ചെങ്കിൽ അതൊക്കെ തടസ്സമായി പോകുന്ന സാഹചര്യങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വങ്ങളൊക്കെ തന്നെയായിരിക്കും നിങ്ങൾ. ഈ 2025 കാലങ്ങളിലൊക്കെ ഒത്തിരി സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള സംശയമൊന്നുമില്ല. എന്നാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് അനുകൂലമാക്കി ലഭിക്കാൻ ഉള്ള സാഹചര്യം ശനീശ്വരൻ എന്തായാലും നിങ്ങൾക്ക് ചെയ്യും. ചിലരൊക്കെ തന്നെ കടബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയവരുണ്ടാവും. അതായത് 1,00,000 രൂപ കടമുണ്ടെങ്കിൽ അതിനെ തീർക്കാനായിട്ട് മറ്റൊരിടത്തുനിന്ന് വാങ്ങുക. വീണ്ടും ആ കടം തീർക്കാനായിട്ട് മറ്റൊരിടത്തുനിന്ന് വാങ്ങുക. ഇങ്ങനെ ഒരു കടം തീർക്കാൻ മറ്റൊരിടത്തുനിന്ന് വാങ്ങിക്കൊടുത്ത് അങ്ങനെ കടബാധ്യതകൾ കൂടിയവർ തന്നെയായിരിക്കും. എന്നാൽ ഈ ജനുവരി മാസം മുതൽക്ക് നിങ്ങളുടേതായ സമയമൊക്കെ മാറാനായിട്ടുള്ള സാഹചര്യത്തിലാണ്. തീർച്ചയായിട്ടും ഈ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യാനായിട്ട് മുന്നിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൈകൊടുത്ത് നിൽക്കാവുന്നതാണ്. ആ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ കഴിയുന്ന സാഹചര്യം കൂടിയാണ് ഈ 2026 ജനുവരി മാസം മുതൽക്കുള്ള ആ ഒരു 200 നാളും. തൊഴിൽപരമായ ഇടങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവും. അതുപോലെ കടൻ എന്ന പ്രശ്നം, കടബാധ്യതകൾ എന്ന പ്രശ്നം പരിപൂർണമായിട്ടും നിങ്ങൾക്ക് നീങ്ങിക്കിട്ടുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയും. നിങ്ങളാൽ തന്നെ അത് തീർക്കാനുള്ള വഴികളും നിങ്ങൾക്ക് കിട്ടുകയും തൊഴിലിടങ്ങളിൽ മുന്നേറ്റങ്ങൾ വന്നെത്തുകയും ചെയ്യും. ഇപ്പോൾ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവരൊക്കെ വിദേശത്ത് ധാരാളം, തയ്യൽ തൊഴിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. മറ്റു പല രീതിയിലും തൊഴിലൊക്കെ ചെയ്യുന്നവർ കടബാധ്യതകൾ തന്നെയായിരിക്കും മുന്നിലേക്ക് പോവുക. അവർക്കൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റത്തിനുള്ള മാർഗ്ഗങ്ങൾ 100% തെളിയുമെന്നുള്ള സംശയമില്ല. അപ്പോൾ മകരം രാശിക്കാർക്ക് ശനീശ്വരൻ്റെതായ ഒരു ഇടപെടൽ ആദ്യത്തെ 6 മാസക്കാലം എന്തായാലും ഉണ്ടാകും. ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് ജോലി ലഭിക്കാതിരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കും. അല്ലെങ്കിൽ
പഠിച്ച തൊഴിലിന് അനുസൃതമായ ജോലി ആയിരിക്കില്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ജനുവരി മാസത്തിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ ഒരു മുന്നേറ്റത്തിനുള്ള വഴികൾ തുറക്കുകയും ആ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ജാതകത്തിൽ കൂടി ഈ ഒരു ഫലം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഒരു സമയം അനുകൂലമാണോ എന്നും കൂടി ഒന്ന് പരിശോധിച്ചുകൊള്ളണം. കാരണം സ്വന്തം ജാതകത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടേതായ സ്ഥിതി ബലവും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജന്മ രാശിപ്രകാരത്തിലുള്ള കണക്ക് ഈ 2026 നോക്കുന്ന വേളയിൽ ഇത്തരം കാര്യങ്ങൾ സാധ്യമാണ്. ജന്മജാതകത്തിൽ എന്തൊക്കെ പറയുന്നോ, ഏത് ഗ്രഹങ്ങൾ ദശാകാലം നടത്തിക്കൊണ്ടിരിക്കുന്നോ, അപഹാരം നടത്തുന്നതോ അതിനനുസൃതമായിട്ടായിരിക്കും ഓരോരുത്തരുടേതായ മാറ്റങ്ങൾ വരിക എന്നും കൂടി ചിന്തിക്കുക. അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഇപ്പൊ സംഭവിക്കും എന്ന രീതിയിലായിരിക്കും. കാരണം ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിൽ രാശികളുടേതായ മാറ്റങ്ങൾ വെച്ചിട്ട് മാത്രമാണ് പറയുന്നത്. അല്ലാതെ ഇന്നത് എല്ലാ രാശിക്കാർക്കും അല്ലെങ്കിൽ ഈ മകരം രാശിക്കാർക്ക് മുഴുവൻ ഈ ഫലം ലഭിക്കുമെന്ന് പറയാൻ ഞാൻ ദൈവമൊന്നുമല്ല. ഒരു രാശി പ്രവചനം മാത്രമാണ് ഞാനിത് നടത്തുന്നത്. എന്നാലും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് അത്തരത്തിൽ സഞ്ചരിക്കാനുള്ള സാഹചര്യങ്ങൾ ധാരാളം ഉണ്ട് താനും. അത് മനസ്സിലാക്കി സഞ്ചരിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു മാർഗനിർദ്ദേശം. ജൂൺ മാസത്തിന് ശേഷം ശനി ഭഗവാന്റേതായ ഒരു സഞ്ചാരം വക്രഗതിയിലാണ്. അതായത് 130 ദിവസത്തോളം വക്രഗതിയിൽ സഞ്ചാരം നടത്തുന്ന കാലം. അപ്പോൾ എല്ലാം സ്ലോ ആയി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുൻപ് തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ നേടാൻ കഴിയുമെങ്കിൽ നേടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വക്രഗതിയിൽ വരുന്ന വേളയിൽ ഇപ്പോൾ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വളരെയധികം സ്ലോ ആയിട്ട് പോകുന്ന, അതായത് പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് പെട്ടെന്ന് തന്നെ സ്ലോ ആയി പോകുന്ന ഒരു സാഹചര്യം. അതായത് 100 കാര്യങ്ങൾ ബിസിനസ്സിലേക്ക് പോകുന്ന വേളയിൽ നിങ്ങൾക്ക് 10 കാര്യങ്ങൾ പോലും ബിസിനസ്സിലേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരിക്കും വരിക. അതായത് വക്രഗതിയിൽ വരുമ്പോൾ എല്ലാം സ്ലോ ആകുന്ന സാഹചര്യമുണ്ട്. കാലഘട്ടത്തിനുള്ളിൽ തന്നെ നിങ്ങളുടേതായ എല്ലാ ശുഭകരമായ കാര്യങ്ങളും നിങ്ങൾ നടത്തിയെടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമായി തന്നെ ഇരിപ്പുണ്ട്. അതായത് കാലതാമസം ജൂൺ മാസത്തിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നടത്താമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നടപ്പിലാവില്ല. അപ്പോൾ ഈ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കടം വാങ്ങിയൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ ചെയ്യുക. ഒരു കല്യാണമാണെങ്കിൽ ശരി, ഒരു സ്ഥാപനം തുടങ്ങുന്ന കാര്യമാണെങ്കിൽ ശരി, മറ്റെന്തും ആയിക്കോട്ടെ, ഒരു കടം തീർക്കാൻ മറ്റൊരു കടം വാങ്ങി തീർക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു കടബാധ്യതകളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് പ്രാവർത്തികമാക്കി കൊണ്ടുവരാനായിട്ട് കഴിയും. എന്തെന്ന് വെച്ചാൽ അതിനെ തീർത്ത് കൊണ്ടുവരാൻ കഴിയും. അതിന് ശേഷമാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഈ ജൂൺ മാസത്തിന് ശേഷമാണ് ഒരു കടം വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 2026 വലിയ കടബാധ്യതകളിലേക്ക് വന്നെത്തുകയും ചെയ്യും. കുടുംബത്തിനുള്ളിൽ വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഈ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സംസാരിച്ച് അത് തീർപ്പാക്കാനായിട്ട് ശ്രമിക്കണം. മക്കളുടെ കല്യാണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ചെയ്ത് തീർക്കണം. ജൂൺ മാസത്തിന് ശേഷം ആ ഒരു വിവാഹ ബന്ധത്തെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നെ 2027 കഴിയേണ്ടതായിട്ട് വരും. കാരണം 2026 പൂർണ്ണമായിട്ടും തന്നെ രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ അതാത് സ്ഥാനങ്ങളിൽ തന്നെ ഉണ്ടാകും. 2026 ശേഷമാണ് ഈ രാഹു, കേതു എന്ന 2 ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളും കൂടി വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടതെന്ന് സ്വയം ചിന്തിച്ചാൽ മാത്രമേ അതിൻ്റെതായ ഒരു വിജയപ്രാപ്തം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. നിശ്ചയമായിട്ടും മകരം രാശിയിലുള്ള ആരുടെയെങ്കിലും മക്കൾക്ക് വിവാഹമൊക്കെ നടക്കാതെ ഇരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വഴി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2026 ജൂണിൽ തന്നെ വിവാഹം ഉറപ്പിക്കുകയും ആ ഒരു വിവാഹം നടത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടാവും. 100% ഈ പറയുന്ന കാര്യം അവിടെ സംഭവിക്കുന്നുള്ള തർക്കമൊന്നും വേണ്ട. അത് കടം വാങ്ങിയിട്ടാണെങ്കിലും ശരി, ആ കല്യാണം നടന്നിരിക്കും എന്നുള്ളതാണ്, തർക്കമൊന്നുമില്ല. അതുപോലെ കുട്ടികൾ ഇല്ലാത്തവർ, നിങ്ങൾ IVFന്റെ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഈ ജൂൺ മാസത്തിനുള്ളിൽ തന്നെ അത്തരം ചികിത്സകളൊക്കെ നടത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ 1ാം ഘട്ടമൊക്കെ നടത്തി 2ാം ഘട്ടം നടത്തിയിട്ട് നിങ്ങൾക്ക് പ്രയോജനമൊന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2026 ജനുവരി മാസത്തിന് ശേഷം വരുന്ന കാലഘട്ടം ജൂൺ മാസത്തിനുള്ളിൽ നിങ്ങൾ ചികിത്സ ആരംഭിക്കുകയോ 3ാം ഘട്ടം സ്റ്റാർട്ടപ്പ് ചെയ്യുകയോ ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യം അവിടെ സംഭവിച്ചിരിക്കും. യാതൊരുവിധ മാറ്റങ്ങളുമില്ല. ഇത് പറയാനുള്ള കാരണം, രാഹു എന്ന് പറയുന്ന ഗ്രഹം ഇപ്പോൾ ഇരിക്കുന്നത് കുംഭം രാശിയിലാണ്. കുംഭം രാശി എന്ന് പറയുന്നത് തന്നെ 2ാം ഭാവം, മകരം രാശിക്ക് 2ാം ഭാവം, ധനം, വാക്ക്, കുടുംബം. അപ്പോൾ നമ്മുടെ ധനപരമായ രീതിയിലുള്ള ഇടപെടും, അതുപോലെ കുടുംബത്തിനുള്ളിൽ കയറി ഇടപെടും, അതുപോലെ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാതായേക്കാം. ഈ ഒരു സ്ഥാനത്താണ് രാഹു സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനുവരി മാസത്തിൽ നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക. എങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇവിടെ മകരം രാശിക്ക് ഒരു പ്രത്യേകത അനാവശ്യമായി വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഭാര്യ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ ഭർത്താവ് അടിക്കാനായിട്ട് കൈ ഉയർത്തുക,
ഭർത്താവ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഭാര്യ എതിർത്ത് സംസാരിക്കുക. ഇത്തരം സാഹചര്യങ്ങൾ കുടുംബത്തിനുള്ളിൽ കലുഷിതമായ പ്രശ്നങ്ങളെ ഉണ്ടാക്കും. അതുപോലെ മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത സാഹചര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ രാഹു എന്തായാലും രണ്ടാം ഭാവമായ കുടുംബസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഒരു വാക്ക് കൊടുക്കുന്നു, മകൾ അതിന് സമ്മതിക്കില്ല. കൃത്യമായിട്ട് രാഹു അവിടെ അത് ചെയ്തിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ധനപരമായ ഇടങ്ങളിലും പ്രശ്നങ്ങളുണ്ടാക്കും, തൊഴിലിടങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ തൊഴിലിടങ്ങളിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ ധനപരമായ രീതിയിൽ തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ 2026 കഴിയുന്നതോടുകൂടി തന്നെ രാഹു കേതുവിൻ്റെതായ ഗ്രഹങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 2027 ആകുന്ന വേളയിൽ രാഹുവിൻ്റെതായ സ്ഥിതി കുംഭം രാശിയിൽ നിന്നും മകരം രാശിയിലേക്കും, അതുപോലെ തന്നെ കേതു ചിങ്ങം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കും മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സമയത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് പ്രവചിക്കാം. ഇപ്പോൾ താൽക്കാലികമായ രീതിയിൽ ഇപ്പോൾ 2026 ഗുണകരമായ മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പരിശ്രമിക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ തന്നെയാണ് ഉള്ളത്. എല്ലാവർക്കും ശുഭകരമായ ഒരു വർഷമായിരിക്കട്ടെ 2026 എന്ന് ആശംസിക്കുന്നു. ശുഭം.